ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് താങ്സു വാർണർ SG. ഈ IEM കുറിച്ചുള്ള റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. 2000 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് IEMs ആണോ എന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് IEMs ആണ്. ദി ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷേ ഗൈസ്, എങ്ങനെയുണ്ട് ഈ IEM എന്ന് ചോദിച്ചാൽ കൊള്ളാം, പൊളി സാധനം, അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. ഇത് ഞാൻ പച്ച കളറിലാണ് മേടിച്ചത്. പച്ച കളറിൽ മേടിച്ച 100 രൂപ കുറവായിരുന്നു നീല കളറിനെ കാട്ടി. സോ എന്തായാലും റിവ്യൂ പർപ്പസിന് വേണ്ടി മേടിച്ചുകൊണ്ട് ഞാൻ ലാഭിച്ചു. ബട്ട് ജെനുവൻലി ഗൈസ്, ഒരു ഇയർഫോണിൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് നമുക്ക് ഫണ്ടമെന്റൽ പില്ലേഴ്സ് പറയണം. ഒന്നെന്ന് പറയുമ്പം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, 2 കംഫർട്ട്, 3 സൗണ്ട് ക്വാളിറ്റി, 4 എന്ന് പറയുമ്പോൾ ചാർജ്, ബാറ്ററി ലൈഫ്. പക്ഷെ ഇത് വയർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയണ്ട. പക്ഷേ ഇതിന് കുറച്ച് കൺവീനിയൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ടുവേർഡ്സ് ദി എൻഡ് പറഞ്ഞുതരാം. എങ്ങനെയുണ്ട് ഈ സാധനം, ഹൗ ഇസ് ദ ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഗൈസ്, ജെനുവൻലി ഈ കേബിൾ ഉണ്ടല്ലോ, ഇത് ബ്രൈഡഡ് കേബിൾ ആണെങ്കിലും എനിക്ക് അത്ര നല്ലൊരു ക്വാളിറ്റി കേബിളാണെന്ന് തോന്നിയില്ല. സത്യമായ കാര്യമാണ്, ബ്രൈഡഡ് കേബിളാണ്, കുഴപ്പമില്ല. ബട്ട് 2000 രൂപയ്ക്ക് പറ്റിയ ഒരു IEM ഇതിലും ബെറ്റർ കേബിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. ജെനുവൻലി നോട്ട് ദാറ്റ് വെരി ഇംപ്രസ്ഡ് വിത്ത് കേബിൾ ക്വാളിറ്റി. ബാക്കിയെല്ലാം വെച്ച് പോകുമ്പോൾ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഇത് റെസിൻ കൺസ്ട്രക്ഷൻ ആണ്. റെസിൻ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഇതൊക്കെ ഇവിടെ നല്ല സോളിഡ് ആണ് കേട്ടോ. ഈ ഹുക്ക് പോയിന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു സോളിഡ് ഫീൽ തന്നെ കിട്ടുന്നത്. പക്ഷേ എനിക്ക് ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് കേബിൾ ഒരു ഇച്ചിരിയുടെ ബെറ്റർ കേബിൾ ആയി കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഇത് ഭയങ്കര പെട്ടെന്ന് ടാങ്കിൾ ആവുന്നുണ്ട്. അതേപോലെ ഈ ജാക്കെല്ലാം അത്യാവശ്യം നല്ല കോട്ടഡും കാര്യങ്ങളൊക്കെയാണ്. സോ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് എനിക്ക് സിംപ്ലി പറഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം. മൂൺഡ്രോപ്പ് ചൂറ്റൂവിൻ്റെ അത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോ. അത് ഇതിനെക്കാട്ടി ഫാർ സുപ്പീരിയർലി ബിൽഡാണ്. ബിൽഡ് ക്വാളിറ്റിയിലാണ് എനിക്ക് ഇച്ചിരി ഗ്രൈൻഡ് ഉള്ളത്. അത് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദി കേബിൾ ഭയങ്കര രസമില്ല. പക്ഷേ ഹൗ ഇസ് ദ കംഫർട്ട്? സി ഗൈസ്, ഒന്നാമത്തെ സംഭവം, ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ദിസ് ഇസ് വെരി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലോങ് ഡ്യൂറേഷനിലേക്ക് ഇരിക്കാം. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇയർബഡ്സ് ഉണ്ടോ, ഒരുപാട് ഇയർബഡ്സ്, ഓരോ ടൈപ്പ് ഓഫ് മ്യൂസിക്. ഇപ്പോൾ ബേസ് ഹെവി മ്യൂസിക്കിലാണെങ്കിൽ ഒരു സ്ഥലം, മിഡ് ഹെവി ആണെങ്കിലോ അതേസമയം ടോപ്പ് ഹെവി ആണെങ്കിലും അതിന് വേറെ ടൈപ്പ് ഓഫ് ഇയർബഡ്സ്. എനിക്കത് 3 പാക്കറ്റിലാണ് വരുന്നത്. അത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇയർബഡ് ഏതാണെന്ന് വെച്ച് ചൂസ് ചെയ്തെടുക്കാം. ഐ ഡെഫിനറ്റ്ലി തിങ്ക് കംഫർട്ട് സ്റ്റാൻഡ് പോയിന്റിൽ ഇത് മൂൺഡ്രോപ്പ് ചൂറ്റൂവിനെയും KC കാസ്റ്ററിനെയൊക്കെ കാട്ടിയും വളരെ നല്ല മാർക്സ് സ്കോർ ചെയ്യുന്നുണ്ട്. ബട്ട് എങ്ങനെയായാലും എനിക്ക് ഇതിനകത്ത് നിക് പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കംഫർട്ട് സ്റ്റാൻഡ് പോയിന്റിൽ ഇവിടെ മറ്റേ ഒരു ഹുക്കുണ്ട്, ചിൻ സ്ട്രാപ്പ് പോലത്തെ സാധനം. ഈ DC-02 ഉള്ളതിനാണ് ഇത്. ഇവിടെ ഈ ചിൻ സ്ട്രാപ്പ് പോലെ സാധനം ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ടൈറ്റ് ആയിട്ടിരിക്കണം, എത്ര ടൈറ്റ് ആവണ്ട, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫാർ 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 ബെറ്റർ ആയിക്കോട്ടെ ആയേനെ. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓടാൻ പോകുമ്പോഴൊക്കെ എപ്പോഴും IEMs ഉപയോഗിക്കുന്നത്. ഓടാൻ പോകുമ്പം എനിക്കിത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ചിൻ സ്ട്രാപ്പ് ഇല്ല. പിന്നെ ഈ ഒരു ഹുക്ക് പോയിന്റ് ഭയങ്കര സ്ട്രോങ് അല്ല, ഇരിക്കും പക്ഷെ ഭയങ്കര സ്ട്രോങ് അല്ല. ഐ വാണ്ടഡ് ഇറ്റ് ടു ബി എ ലിറ്റിൽ ബിറ്റ് സ്ട്രോങ്ങർ. ആ ഒരു ഫീലിംഗും ഉണ്ട്. ബട്ട് ഓൾ ആൻഡ് ഓൾ കംഫർട്ട് ഈസ് വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് ഈ സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ളതിനകത്ത്. സിനിമ കാണാനാണെങ്കിലും എല്ലാത്തിനും അടിപൊളിയായിട്ട്. അതിന് മെയിൻലി അതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ്. ചൂറ്റൂനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് KC കാസ്റ്ററിനെക്കാട്ടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നി. വെരി ഗുഡ്. ഇനി എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ഗൈസ്, ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് റീകളക്ട് ചെയ്യട്ടെ. ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ വോക്കൽസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇൻഡി മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ സാധനം വിൽ ബ്ലോ യു ഓഫ്. സത്യമായിട്ടും വോക്കൽസ് ഈ 2000 രൂപയ്ക്കകത്ത് അല്ലെ 3000 രൂപയ്ക്കകത്തോ 4000 രൂപയ്ക്കകത്ത് ഇത്രയും നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന IEMs വേറെ ഉണ്ടെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ഫീമെയിൽ വോയിസസ് എടുത്ത് പറയണം, എനിക്ക് ഭയങ്കര ലൈഫിലേക്കായിട്ട് തോന്നി. ഫീമെയിൽ വോയിസസ് ഓരോരോ ഇതും എനിക്കത് ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഒരു DAC ഇട്ടാണ് യൂസ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ആ ഭയങ്കര കിടില ലൈഫിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. വേറൊരു സാധനം ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കൂടെ മിഡ് ടു ഹയർ ഫ്രീക്വൻസീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് വോക്കൽസ് ഇൻസ്ട്രുമെൻസിനൊക്കെ അത്യാവശ്യം നല്ല ഫൈൻ ട്യൂൺ ചെയ്ത് കിട്ടും. പക്ഷേ ബേസ് ഫ്രീക്വൻസീസിലോട്ടോ മിഡിന് മുന്നിലോട്ട് വരുമ്പം നിങ്ങൾക്ക് തോന്നും ഇതത്ര സെൻസിറ്റീവ് അല്ല. അത് സത്യമാണ്. ഇതിന് ഭയങ്കര ഒരു ബേസ് ഹെഡിനുള്ള സാധനമല്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബേസ് എൻജോയ് ചെയ്യണോ എന്നൊക്കെ തോന്നിയാൽ ഗൈസ്, നോ, ദിസ് ഇസ് എ വെരി ബാലൻസ്ഡ് V ഷേപ്പ്. ഇപ്പോൾ എനിക്കൊരു ഈ ഒരു ചാർട്ടിൻ്റെയൊക്കെ കാര്യത്തിലും ഗ്രാഫിൻ്റെയൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയുന്ന കൺഫ്യൂഷനാണ്. ഈ ഞാൻ ചൂറ്റൂൻ്റെ വീഡിയോ ഇവിടെ പിൻ ചെയ്തേക്കാം, അതിനകത്തെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളത് ദിസ് ഇസ് ഫാർ റിഫൈൻഡ് ആണ്. ബോറിങ് IEM അല്ല, ഭയങ്കര ബാലൻസ്ഡ് ആണെങ്കിലും ടുവേർഡ്സ് ദ മിഡ് ആൻഡ് ഹെവി അല്ല ടോപ്പ് സൈഡിലേക്ക് നല്ല പ്രിസൈസ് ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കേട്ടാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, വോക്കൽസ് ഇത്രയും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ടില്ല, പക്കയാണ്.
സൂപ്പർ. ഇനി ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓർത്ത് നോക്കട്ടെ. പിന്നെ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുള്ള ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനെ കുറിച്ചാണ്. ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ടു ദ പോയിൻ്റ് ആണ്, നല്ലതാണ്. നിങ്ങൾക്ക് ചൂറ്റൂനെയൊക്കെ കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള, KC കാസ്റ്ററിനെയൊക്കെ കാട്ടിയും നല്ല ബെറ്റർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ഉണ്ട് എന്നെനിക്ക് തോന്നി. ഉണ്ടെന്ന് തോന്നിയല്ല, അത് പക്കയാണ്. ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ നല്ലോണം ഉണ്ട്. അതേപോലെ വേറൊരു രസം തോന്നുന്നത്, ഈ ഭയങ്കര അറ്റ്മോസ്ഫിയറിക് സൗണ്ട് ഡിസൈൻസ് ഒക്കെ ഇല്ലേ, ചില പാട്ടിനകത്ത് ഒരു അറ്റ്മോസ്ഫിയറിക് സൗണ്ടൊക്കെ വരും, അതൊക്കെ നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഓൾ അറൗണ്ട് സൗണ്ട് ക്വാളിറ്റിയിൽ എനിക്ക് പറയാനുള്ളത്, ബേസ് ഉണ്ട് പക്ഷേ ബാസ് ഹെഡ്സിനുള്ളതല്ല. ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്കിനും എസ്പെഷ്യലി വോക്കൽസിനൊക്കെ ഇത് പക്കാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിലും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടുവർഡ്സ് എൻഡ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പക്ഷേ ഒരു കാര്യം പറയാനുള്ളൂ, സൂപ്പർ ബാലൻസ്ഡ്, അതേ സെയിം ടൈം ബോറിംഗ് അല്ലാത്ത, അതേ സെയിം ടൈം അത്യാവശ്യം നൈസായിട്ട് എംഫസിസ് ഉള്ളൊരു ഇയർഫോണാണ്. ഈ ഓഡിയോ ഫയൽസ് ഒന്നും ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല ഇതെടുത്താൽ. ബേസ് ഇത്തിരി കുറവാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി കൺവീനിയൻസ് ഫാക്ടേഴ്സ് 1-2 ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതിനകത്ത് ഒന്ന് ഗൈസ്, ഇതിൻ്റെ മൈക്രോഫോൺ അത്യാവശ്യം കുഴപ്പമില്ല. ഈ ബട്ടൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, വർക്ക് ചെയ്യും, പ്ലേ പോസ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. രണ്ടാമത്തേന്ന് പറയുമ്പം എൻ്റെ ഡെയിലി ഡ്രൈവർ അണ്ടർ 2K ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇവനാണ് DC02. കാരണം എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇതിന് മൈക്ക് ഉണ്ട്, പക്ഷെ ഇതിന് മൈക്കില്ല. എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏതൊക്കെ ഉപയോഗിച്ചാലും ഇതിനകത്തോട്ട് വരുന്നത്. സിമ്പിൾ കാരണമാണ് എന്ന് വെച്ചാൽ എനിക്ക് നീഡ് ലിറ്റിൽ മിറ്റ് ബോർ ബേസ്. എനിക്ക് വീക്കവിനെക്കാട്ടി ഇച്ചിരി കൂടെ ബേസ് ഉള്ളതാണ്. ബേസ് മാത്രമല്ല, ഇതിന് സെൻസിറ്റിവിറ്റി ഇച്ചിരി കൂടെ സുപ്പീരിയറാണ്. ഇതിന് സെൻസിറ്റിവിറ്റി അത്ര സുപ്പീരിയർ അല്ല, ഇതിന് അത്ര സെൻസിറ്റീവ് ആയിട്ടൊരു ഇയർഫോൺ അല്ല. ഡാക്കും കൂടെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ DC02 അത്യാവശ്യം കിടില എക്സ്പീരിയൻസ്. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു മൈന്യൂട്ട് മിലിസ്ക്യൂൾ സ്കെയിലില്ല, ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാവത്തോലും ഇല്ലായിരിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ള അണ്ടർ 2.5K അല്ലെ 3K എൻ്റെ ടെസ്റ്റിങ് ഞാൻ ഓൾമോസ്റ്റ് 10 IEMs ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു IEM റൗണ്ട് അപ്പ് വരുന്നുണ്ട്. KCയുടെ 2-3 വന്നിട്ട് പോയിട്ട് KBO2 ബെയർ എന്ന് പറയുന്ന ബോൺ കണ്ടക്ഷൻ IEMs ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ പറയാനുള്ള അണ്ടർ 3000 റുപ്പീസിൽ എൻ്റെ പേഴ്സണൽ ചോയ്സ് സിമ്പിളാണ്. ഒന്നും ഇത് രണ്ടും മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ, വേറെ എല്ലാം മറന്നു കളഞ്ഞേരെ. നിങ്ങൾക്കിപ്പം സ്റ്റീരിയോ സെപ്പറേഷൻ ആണല്ലോ, എല്ലാത്തിനും ആണല്ലോ, ഇത് രണ്ടും ടോപ്പായിട്ട് നിൽക്കുക. താങ്ക്സ് വാർണർ SGയും CZ DC02. ഇത് ഈ പേഴ്സണലി മൈക്ക് വേണ്ടവർ ഇതെടുക്കുക, അല്ലാതെ ഇച്ചിരിയും കൂടെ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും ഇച്ചിരിയും കൂടെ ബേസും കൂടെ വേണ്ടവർ ഇതെടുക്കുക. സിമ്പിളായിട്ട് എനിക്ക് എത്ര പറയുള്ളൂ. ഇത് രണ്ടെടുത്താലും നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. എന്തായാലും താങ്ക്സ് വാർണർ SG റിവ്യൂവിന് എനിക്ക് ഇത്ര പറയുള്ളൂ. ഗ്രേറ്റ് IEM ഫോർ ദ പ്രൈസ്. നല്ല IEM ആണ്, ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിച്ച് ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. ഗെയിമിംഗ് ആണെങ്കിലും എല്ലാത്തിനാണെങ്കിലും സ്റ്റീരിയോ സെപ്പറേഷനും എല്ലാം പക്ക. ആൻഡ് വോക്കൽസ് ആണ് മച്ചാനെ ഇതിൻ്റെ മെയിൻ. വോക്കൽസ് കേൾക്കുമ്പം നിങ്ങൾ വേറൊരു ലോകത്തെത്തും. സോ ഗൈസ്, ശ്രീ ഹിയർ. താങ്ക്സ് വാണ്ടർ SG മേടിക്കണോ വേണ്ടത് ചോദിച്ചാൽ ഉറപ്പായിട്ടും മേടിക്കാം, നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യത്തില്ല. ഐ റിയലി ലവ് ദിസ് ഗൈസ്. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. പക്ഷേ എന്നാലും എൻ്റെ ഡെയിലി ഡ്രൈവർ ഇതാ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കണക്ക് തന്നെ. ദിസ് ഈസ് മൈ ഡെയിലി ഡ്രൈവർ. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ നമ്മൾ ഒരു കമ്പാരിസൺ പോലെ ചെയ്തിട്ടുണ്ട് ചാനലിൽ, പോയി കണ്ടു നോക്കുക. അതേപോലെ തന്നെ IEM റൗണ്ട് 2 വരുന്നുണ്ട്. കീപ് വാച്ചിങ്, സബ്സ്ക്രൈബ്.